പക്ഷേ 2 ചോദ്യങ്ങളാണ്, ചെറുതായിട്ട് ചോദിക്കാം. അല്ല, ഒന്ന്, നെഹ്റുവിനെ തമസ്കരിക്കുന്നൊരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നെഹ്റുവിനെ തമസ്കരിക്കുന്ന, ചരിത്രത്തിലേക്ക് പിന്തള്ളപ്പെട്ട് ഒരു പുനർചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഈ നെഹ്റുവിനെ പുനർസൃഷ്ടിക്കാനും യുവാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്താണ് പുതിയ സമൂഹത്തിന് ചെയ്യാൻ പറ്റുക? ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഈ മതേതരത്വവും എന്താ പറയുക, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നൊരു ഇതുണ്ട്, മതേതരത്വമല്ല, എന്താ പറയുക, അല്ല, അവർ പറയുന്നൊരു മതനിരപേക്ഷത. മതനിരപേക്ഷത. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഒരു വഴിയല്ല അതിന് ഭരണകൂടത്തിന്, 2 സെപ്പറേറ്റ് ആണെന്നാണ്. ഇപ്പോൾ നമ്മൾ സസ്യേതര ഭക്ഷണം എന്ന് പറഞ്ഞാൽ സസ്യത്തിന് ഇതരമായ ഭക്ഷണം, സസ്യമല്ലാത്തത് കഴിക്കാമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾ ചെയ്യുന്നത് ഈ രണ്ടും തമ്മിൽ ആൾക്കാർക്ക് തിരിയാത്ത രീതിയിലുള്ളൊരു സംസാരമാണ്. എന്താണ് മതേതരത്വം, എന്താണ് ഈ മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. 2 ചോദ്യമുണ്ട്. ഒന്നാമതായി രണ്ടാമത്തെ ചോദ്യം എടുക്കാം. അതായത് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, നിർമ്മതവാദികൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മതം ഇല്ലാതെ ആയാലേ മതേതരത്വം നടപ്പാവുള്ളൂ. അത് മതേതര സമൂഹത്തെ പറ്റിയല്ല അവർ പറയുന്നത് മതരഹിത സമൂഹത്തെ പറ്റിയാണ്. അതായത് സെക്കുലർ എന്ന് പറഞ്ഞാൽ അത് മതാധിഷ്ഠിതമല്ല, മതാതീതമല്ല, മതവിരുദ്ധമല്ല. നെയ്തർ റിലീജിയസ് നോർ ഇറിലീജിയസ് നോർ ആൻറ്റി റിലീജിയസ്. മതാധിഷ്ഠിതമല്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ആ രാഷ്ട്രത്തിന്, ആ സമൂഹത്തിന് ഒരു സ്റ്റേറ്റ് റിലീജിയൻ, ഒരു മതരാഷ്ട്രം, ഒരു രാഷ്ട്രമതം ഇല്ല, സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് കൺട്രിയാണെന്ന് അവർ പറയുന്നുണ്ട്. ഇസ്ലാം അവിടുത്തെ മതരാഷ്ട്രമാണ്. ഇന്ത്യക്ക് അങ്ങനെ രാഷ്ട്രമതം ഇല്ല, സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. അത് റിലീജിയസ് അല്ല എന്ന് പറയുന്നത്. പിന്നെ അത് ഇറിലീജിയസ് അല്ല, മതാതീതമല്ല എന്ന് പറയുന്നത് മതത്തിൻ്റെ ധാരാളം മൂല്യങ്ങൾ അതിനെപ്പോഴും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ധർമ്മചക്രം എന്നൊരു സങ്കല്പം ബുദ്ധമതത്തിലുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ദേശീയ പതാകയിലെ ചക്രം വെച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ സത്യമേവ ജയതേ എന്ന് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബുദ്ധമതത്തുനിന്നോ ജൈന മതത്തുനിന്നോ ഹിന്ദു മതത്തുനിന്നോ ക്രിസ്തു മതത്തുനിന്നോ ഇസ്ലാം മതത്തുനിന്നോ പാർസി മതത്തുനിന്നോ സിഖ് മതത്തുനിന്നോ ഒക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. പാഠ്യപദ്ധതിയിൽ നമുക്ക് അത്തരം കഥകൾ, മൂല്യങ്ങളെ പറ്റിയുള്ള കഥകൾ, കാവ്യങ്ങൾ, ഇപ്പോൾ അധ്യാത്മ രാമായണം പഠിപ്പിക്കേണ്ടി വരും. അത് രാമൻ ദൈവം വെച്ചിട്ടല്ല, അത് നമ്മുടെ ഭാഷയുടെ ഒരു കാര്യമായതുകൊണ്ട് 16-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു കൃതി എന്നുള്ളതിലേക്ക് പാഠപുസ്തകത്തിൽ ചേർക്കേണ്ടി വരും. ഇപ്പോൾ അറബി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഖുറാൻ്റെ ചാപ്റ്റർ 1-2 ചാപ്റ്റർ പഠിക്കേണ്ടി വരും. ആ തരത്തിലാണ് അത് മതാതീതമല്ല എന്ന് പറയുന്നത്. പിന്നെ അത് മതവിരുദ്ധമല്ല, ആൻറ്റി റിലീജിയസ് അല്ല. എന്താ കാരണം? വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഫ്രീഡം ഓഫ് ഫെയ്ത്ത്. നിങ്ങൾക്ക് ഏത് മതം വിശ്വസിക്കാനും ഏത് മതം അനുഷ്ഠിക്കാനും ഒരു മതവും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനെയാണ് അത് മതവിരുദ്ധമല്ല എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഇപ്പം മതേതരത്വം എന്നാണോ മതനിരപേക്ഷത എന്നാണോ ഇത് പരിഭാഷപ്പെടുത്തേണ്ടത്? എന്താ തിരിയാത്തത് നമ്മുടെ രാഷ്ട്ര ജീവിതം കൊണ്ട്, നമ്മുടെ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഉൽപ്പാദിപ്പിച്ചില്ല. മാർക്സ് ചോദിക്കുന്നുണ്ട്, വാക്കിൻ്റെ അർത്ഥം എവിടെ ഇരിക്കുന്നു, എവിടെയാണ് വാക്കിൻ്റെ അർത്ഥം ഉള്ളത്? അദ്ദേഹം പറഞ്ഞ മറുപടി, അത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണെന്ന്. വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതിനെയാണ് മാർക്സിൻ്റെ തിയറി ഓഫ് പ്രാക്സിസ് എന്ന് പറയുക. പ്രാക്സിസ്, PRAXIS, ജർമ്മൻ വാക്കാണ്. ഏതാണ്ട് ഇംഗ്ലീഷിലെ പ്രാക്സിസ് മാതിരി. നിങ്ങളത് ഇപ്പോൾ സ്നേഹമാണ് എന്ന് പറയും, സ്നേഹം നിങ്ങൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഇന്ത്യയിൽ എല്ലാ മതക്കാരെയും, എല്ലാ മതത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സതി ആചാരമല്ലേ, അയിത്തം ആചാരമല്ലേ, നരബലി ആചാരമല്ലേ, അതൊക്കെ നമ്മൾ നിരോധിച്ചു, ക്രിമിനൽ കുറ്റമാക്കി. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒറ്റവാക്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജനാധിപത്യത്തിൻ്റെ ആവശ്യങ്ങൾക്കൊത്ത് മതം പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുക. ഞാൻ ആവർത്തിക്കാം, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജനാധിപത്യത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസാദർശങ്ങളും
പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയാം. അപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരു മതക്കാരൻ്റെ പാരമ്പര്യത്തിലും ഇത്ര വയസ്സായാലേ കുട്ടിയെ കെട്ടിക്കാൻ പാടുള്ളൂ എന്നില്ല. ഇന്ത്യയിൽ വലിയ കഥ പറയാനുണ്ട്. 1978 ആ നിയമം വന്നു, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി 18 വയസ്സായാലേ പെൺകുട്ടിയെ കെട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ എതിർത്തു. പിന്നെ സന്താന നിയന്ത്രണം വന്നു. കുട്ടികൾ 2 3 മതി, നാം 2 നമുക്ക് 2, നമ്മളൊന്ന് നമുക്കൊന്ന്. ഈ സന്താന നിയന്ത്രണത്തെ മുസ്ലിം പൗരോഹിത്യവും ക്രിസ്ത്യൻ പൗരോഹിത്യവും എതിർത്തു. അത് നടപ്പായില്ലേ? ഇങ്ങനെ ഇപ്പോൾ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നു, ബ്രാഹ്മണന്മാരങ്ങനെ പറഞ്ഞിരുന്നു. ശൂദ്രന് വിദ്യ അഭ്യസിക്കാൻ പാടില്ലെന്ന് നമ്മളെന്താ പറഞ്ഞത്? എല്ലാ ശൂദ്രന്മാരോടും നമ്മൾ പറഞ്ഞു, സ്കൂളിലേക്ക് വാ, ഇവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് സീറ്റ്, നിങ്ങളുടെ ഇരിപ്പിടം സംവരണം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാ മതേതരത്വം എന്ന് പറയുന്നത്. മനുസ്മൃതിയിലുള്ള അല്ലത്, മനുസ്മൃതിക്കെതിരാണത്. ധനം ആർജിക്കാൻ പാടില്ല ശൂദ്രനെന്നുണ്ട്. കണ്ടോ? അപ്പോൾ ആ തരത്തിൽ മതനിയമങ്ങളും വിശ്വാസാദർശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മുന്നോട്ട് പോവാം. ഇപ്പോൾ കേരളത്തിൽ 2015 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുമ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നു. എന്താണത്? MK മുനീർ അന്ന് വകുപ്പ് മന്ത്രി. വിദ്യ അഭ്യസിക്കാനും ജോലി ചെയ്യാനും ഇലക്ഷന് മത്സരിക്കാനും സമൂഹത്തിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പോലെ ജീവിക്കാനും ട്രാൻസ്ജെൻഡറിന് അവകാശമുണ്ട് എന്ന് പറയുന്ന നിയമത്തെയാണ് ട്രാൻസ്ജെൻഡർ പോളിസി എന്ന് പറയുന്നത്. ഈ പോളിസി ഒരു മതത്തിലും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? അപ്പോൾ സ്വവർഗരതി വലിയ അധർമ്മമാണെന്ന് എല്ലാ മതങ്ങളും പറയും. 377 വകുപ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ അത് ക്രിമിനൽ കുറ്റമായിരുന്നു. അത് സുപ്രീം കോടതി റദ്ദാക്കി. മതേതരത്വമാണത്. ആണിന് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും തോന്നുന്ന പ്രേമം, കാമം, രതി പ്രകൃതിയാണ് എന്ന് ശാസ്ത്രത്തിന് അറിയാം. ആ തരത്തിൽ നമ്മുടെ നിയമം, നമ്മുടെ മനോഭാവം പരിഷ്കരിക്കുന്നതിനെയാണ് എന്ത് പറയുക? മതേതരത്വം എന്ന് പറയുക. ഇപ്പോൾ എനിക്ക് ഒരു ആണിന് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ആണിന് കല്യാണം കഴിക്കുന്ന പറഞ്ഞത് എന്താണ്? പക്ഷേ വേറൊരാളുടെ താല്പര്യം, ഒരാളുടെ മനോഭാവം, ശാരീരികമായ മാനസികമായ പ്രകൃതി അതാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട് എന്ന് ആ പൗരാവകാശത്തെ ഞാൻ മാനിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയാം. റൈറ്റ്? ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ വിദ്യ കൊടുക്കുന്നില്ല, എൻ്റെ മോൻ സ്കൂളിൽ പോകണ്ട, അത് പറ്റില്ല. അതുപോലെ എൻ്റെ മകൾക്ക് ഇപ്പോൾ ഡിഫ്തീരിയ വന്നാൽ ഞാൻ ചികിത്സിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അത് പറ്റില്ല എന്ന് പറയും. ഇപ്പോൾ പെന്തക്കോസ്തുകാരൻ്റെ ചികിത്സയില്ല, പ്രാർത്ഥനയുള്ളൂ, അത് പറ്റില്ല, കാരണം അയൽവക്കത്തുകാരന് രോഗം വരും. ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അയിത്തം ആചരിക്കണം, നിങ്ങൾക്ക് സ്ത്രീകളെ അടിച്ചമർക്കണം, ഇതൊക്കെ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഉണ്ടാവും. അതൊന്നും ജനാധിപത്യം അംഗീകരിക്കുകയില്ല. ആ തരത്തിൽ വിശ്വാസാചാരങ്ങളെയും ആശയാദർശങ്ങളെയും പരിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മതജീവിതത്തെയാണ് മതേതരത്വം എന്ന് പറയുക. അത് മതരഹിതമല്ല, നേരെ മറിച്ച് യാഥാസ്ഥിതികവും അല്ല. ക്ലിയർ ആണോ? പിന്നെ നെഹ്റുവിൻ്റെ കാര്യം, അതിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെ കൊണ്ടാകുമ്പോൾ നെഹ്റു എന്താ ചെയ്തിരുന്നതെന്ന് പഠിക്കുക, അതിനെപ്പറ്റി നമ്മൾ പറയുക, എഴുതുക. കാരണം അതൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്യുക. കാരണം ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനെ പ്രതിഷേധിക്കാം. നമുക്ക് പാഠപുസ്തകത്തിൽ നെഹ്റുവിനെ പറ്റി ഒരു പാഠം കൊടുക്കണം എന്ന് പറയാം, എനിക്ക് പറയാം, അത് നടപ്പാകാൻ പറ്റില്ല. പിന്നെ കവി ചോദിച്ച മതി, പറയാമെന്നല്ലാതെ പരനാൽ എന്തുള്ളൂ ശക്യമീപ്പാരിൽ. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ അവസാനിച്ചില്ല എന്ന് എനിക്കറിയാം. ബഷീർ പറഞ്ഞ മാതിരി സമയമില്ല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ. ഈ വണ്ടി, അവിടുന്ന് ഇങ്ങോട്ടുള്ള വണ്ടിയും വൈകി, ഇവിടുന്ന് അങ്ങോട്ടുള്ള വണ്ടി സമയത്താണ് താനും. നന്ദി, നമസ്കാരം.